ഫിഗർ മാച്ചിങ് ആണല്ലേ. ഫിഗർ മാച്ചിങ്ങിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട് അല്ലേ. എംബഡഡ് ഫിഗേഴ്സിൽ ഇയാൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് നോക്കുക. ഇവിടെ നിന്ന് നെവരെ പോകുന്നു, പക്ഷെ ഇങ്ങോട്ട് ലൈൻ ഇല്ല. അപ്പോൾ നോക്കിക്കേ, മിറർ ഇമേജിന് കുറേ റൂളുകളുണ്ട് പഠിക്കാൻ. അതിൽ ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന റൂൾ എന്താണ്? ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റി. നവോദയ എൻട്രൻസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാർട്ടാണ് മെൻ്റൽ എബിലിറ്റി. മെൻ്റൽ എബിലിറ്റിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാവും, എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും, വീഡിയോസ് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും ഓരോന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റ് വൺ വന്നത് ഓഡ് മാൻ ഔട്ടിൽ നിന്നാണ് കേട്ടോ. ഓഡ് മാൻ ഔട്ട് അല്ലേ. നോക്കിക്കേ, ഓഡ് മാൻ ഔട്ടിൽ നമുക്ക് എങ്ങനെയാണ് മൂന്നെണ്ണം ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും, ഒരു ബന്ധം ഉണ്ടായിരിക്കും, ഒരാൾ വ്യത്യസ്തനായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാൾ ആരാ നോക്കിക്കേ. ഇവിടെ KIT നമുക്ക് ആൽഫബറ്റ്സിലാണ് തന്നിരിക്കുന്നത്. KIT എന്ന് തന്നിട്ടുണ്ട്, TIK തന്നു, ITK തന്നു, IKC തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഈ മൂന്നെണ്ണത്തിലും എയിലും ബിയിലും സിയിലും എന്ത് തന്നെയാണുള്ളത്? സെയിം ആൽഫബറ്റ്സ് ആണുള്ളത് അല്ലേ. സെയിം ആൽഫബറ്റ് അല്ലേ ഉള്ളത്. K ഉണ്ട്, I ഉണ്ട്, T ഉണ്ട്. ഇവിടെയുണ്ട് TIK. അത് ഷഫിൾ ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടേക്കുവാന്ന് മാത്രം. ITK ഇവിടെ വന്നപ്പോൾ മാത്രം എന്താണ്? IKC ആണുള്ളത് അല്ലേ. IKC ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് കേട്ടോ. അപ്പോൾ ഓഡ് മാൻ ഔട്ട് ഇതേപോലെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫിഗർ മാച്ചിങ് ആണല്ലേ. ഫിഗർ മാച്ചിങ്ങിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ ഫിഗർ 4 അല്ലേ. അപ്പം ഇതിനകത്ത് എവിടെയാണ് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ഫിഗർ ഇതിൽ എവിടെയുള്ളത് നോക്കാം. മൊത്തം ഷെയ്ഡഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, ഇപ്പം ഈ ഒരു സൈഡ് എടുക്കുവാണെങ്കിൽ കണ്ടോ, ഇവിടെ എന്താണ് ഷെയ്ഡഡ് അല്ല. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? അത് ഷെയ്ഡഡ് പോർഷൻ ആണ് കേട്ടോ. ഷെയ്ഡഡ് പോർഷൻ. അപ്പം നമുക്കിത് ആൻസർ ആയിട്ട് വരുമോ? ഇല്ല. രണ്ടാമത്തേത് നോക്കിക്കേ, ഇവിടെ ഷെയ്ഡഡ് ആണ്. മൂന്നാമത്തേതിൽ ഷെയ്ഡഡ് അല്ല. നാലാമത്തേതിലും ഷെയ്ഡഡ് അല്ല. അപ്പം നമുക്ക് ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ B ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ഇപ്പം ഇതേപോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ 4 എണ്ണത്തിൽ ഏതാണെന്ന് നോക്കുക. ഇതേപോലെ കുറച്ച് എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് എല്ലാം എളുപ്പത്തിൽ ചോദിക്കത്തില്ല. ഒരെണ്ണം കോംപ്ലിക്കേഷനിൽ തന്നെയായിരിക്കും ചോദിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും നോക്കിയാൽ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ പാറ്റേൺ നോക്കിയാൽ ഈ തന്നിരിക്കുന്ന ഒരു പാർട്ട് നേരെ തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണല്ലേ. ഈ പാർട്ട് നോക്കിക്കേ, നേരെ തിരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ നേരെ തിരിച്ച് വെക്കുന്നതായിരിക്കില്ലേ ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ. ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി എന്താ വരേണ്ടത്? ഡോട്ട്സ് എവിടെയാണ് വരേണ്ടത്? ഉള്ളിലാണ് വരേണ്ടത്. ഡോട്ട്സ് ഉള്ളിൽ. ഇത് ഇവിടെയും വരും കണ്ടോ. ഡോട്ട്സ് എവിടെ വരും? ഉള്ളിൽ വരും. അപ്പം ഇതാണ് നമ്മുടെ ഫിഗർ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ഇങ്ങനെ വരണം. ഈ ഒരു ലൈൻ ഇങ്ങനെ വരും, ഡയഗണൽ പോലെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഡോട്ട്സ് കൊടുക്കുന്നു. ഇത് ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കണം. അതുകൂടാതെ നമുക്കിത് ഇവിടെ ഒരു ചെറിയ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ വരും? ഈ ലൈൻസിൻ്റെ മുകളിൽ വേണം വരാൻ. അപ്പോൾ എവിടെ വരും? ഈ താഴത്തെ ഈ ഒരു എൻഡിലാണ് വരിക. ഈ താഴത്തെ എൻഡിൽ വരും. അപ്പോൾ ഇത് എവിടെയായിട്ട് വരും? ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. ഫസ്റ്റിലുണ്ടോ? ഇല്ല. ബി ഉണ്ടോ? ഇല്ല. സിയിലുണ്ടോ? ഇല്ല. അത് മേളിലാണ്. അപ്പോൾ നമുക്ക് എവിടെ വരുന്നത്? ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ഏത് പാർട്ടിലെയാണ്? ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണല്ലേ. ഫിഗർ സീരീസ് കംപ്ലീഷനിലെ ക്വസ്റ്റ്യൻ ആണ്.
നോക്കിക്കുക, ആദ്യം നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, രണ്ടാമത്തേത് ഒരു സർക്കിളും ഒരു എക്സും തന്നിട്ടുണ്ട്. മൂന്നാമത്തേതിൽ വന്നപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒരു സർക്കിള്, ഒരു എക്സ്, ഒരു സർക്കിള്. അപ്പോൾ നാലാമത്തേത് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കുക, ആദ്യം ഒരു സർക്കിളാണ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ് ആഡ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? സർക്കിള്, എക്സ്, സർക്കിള്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പോകുമ്പോൾ എന്താ, ഒരു സർക്കിൾ കഴിഞ്ഞിട്ട് അവർ എന്താ ആഡ് ചെയ്തത്? ഒരു എക്സ് ആണ്. അപ്പോൾ ഒരു എക്സ് കഴിഞ്ഞാൽ എന്തായിരിക്കും വരേണ്ടത്? സർക്കിളായിരിക്കും. അപ്പോൾ സർക്കിൾ കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? ഒരു എക്സ് ആയിരിക്കും. അപ്പോൾ 0, സർക്കിൾ ഉണ്ട്, എക്സ് ഉണ്ട്, സർക്കിൾ ഉണ്ട്, എക്സ് ഉണ്ട്. ഇങ്ങനെയുള്ളത് ഏതാണോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഏത് ഓപ്ഷനാണ് വരുന്നത് നോക്കിക്കേ. 0x 0x, ഇത് എക്സ് ചെയ്യുന്ന സ്റ്റാർട്ടിങ്. 0x 0x ഇത് വരുന്നുണ്ട്. ഇവിടെ 0x 0x 0. നമുക്ക് ഒറ്റ സ്റ്റെപ്പല്ലേ നമ്മൾ അടുത്തേക്ക് ചാടുന്നുള്ളൂ. സോ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഓരോ സീരീസ് ആയിട്ടായിരിക്കും ഇത് പോവുക. അപ്പോൾ ആ സീരീസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അനലോഗി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഇത് വരുന്നത് അനലോഗി പാർട്ടിലാണ് കേട്ടോ. അനലോഗി പാർട്ടിൽ നമുക്ക് എ എന്നും ബി എന്നും പറഞ്ഞ് 2 ഫിഗർ ഉണ്ടാവും. അതേപോലെ സി, മൂന്നാമത്തേതാണ് നമ്മൾ അടുത്തതായിട്ട് റിലേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫിഗർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ എയും ബിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. എന്ത് റിലേഷനാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മൂന്നാമത്തെ ഫിഗറിൽ ഇട്ടിട്ട് നാലാമത്തെ ഫിഗർ ഇതിലേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ആദ്യം സർക്കിൾ വരുന്നുണ്ട്, പിന്നെ അതിനുള്ളിലൊരു ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ എ ഫിഗർ എന്ന് പറയുന്നത്. ഇനി ബി ഫിഗർ എന്താ? ഒരു സർക്കിൾ വരുന്നു, ആ സെയിം ട്രപ്പീസിയം വരുന്നു, ഇവിടെ താഴെ കിടന്നിരുന്ന ഈ ട്രയാങ്കിളിനെ എടുത്ത് എങ്ങോട്ട് ഇടുന്നു? അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. അതാണ് റിലേഷൻ. റിലേഷൻ ഇത്രയേ ഉള്ളൂ. താഴെ കിടക്കുന്ന ആളെ എടുത്ത് മുകളിലേക്ക് ഇട്ടു, സെയിം ഫിഗർ വേക്കി, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയറും ഉണ്ട്, ഒരു ചെറിയ സർക്കിളും ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? താഴെ കിടക്കുന്ന ആളെ ആ ഉള്ളിലെ ചെറിയ ഫിഗറിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഉള്ളിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. എപ്പോഴും നിങ്ങൾ അനലോഗി പാർട്ട് ചെയ്യുമ്പം ആദ്യത്തെ 2 എണ്ണം എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും തരും. ഇവിടെ 2 ഡോട്ട്, ഇവിടെ വരുമ്പോൾ 4 ഡോട്ട് ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ റിലേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഈ 2 ഫിഗറിൻ്റെ റിലേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ്. എപ്പോഴും നിങ്ങൾ ഇതേപോലെ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് ഇട്ടു, പുറമേ ഉള്ളത് എടുത്ത് ഉള്ളിലേക്ക് ഇട്ടു, ചിലപ്പം എന്താണ് സൈസ് വലുതാക്കി കൊടുത്തു, ഇങ്ങനെയുള്ളത് മാത്രമായിരിക്കും അനലോഗി പാർട്ടിൽ വരുള്ളൂ. വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പം ഏറ്റവും നന്നായിട്ട് എയും ബിയുടെ റിലേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് സി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ടീം CC+ൽ നവോദയ മിഷൻ 2025 ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ഫ്രീ ഡെമോ ക്ലാസ് നമ്മൾ നൽകുന്നുണ്ട്. പേരൻസിനൊരു എന്താ പറയുക, ഒരു ഉറപ്പ് വേണമല്ലോ, ഇവിടെ നല്ല ക്ലാസ്സാണ്, മക്കളെ വിടാം, എന്തായാലും അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്നൊരു ഉറപ്പ് വേണ്ടേ. അതിനുവേണ്ടി ഒരു ഫ്രീ ഡെമോ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഹൈലൈറ്റ് ആണ് പേഴ്സണൽ മെൻറ്റർ. ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് അവർക്ക് മെസ്സേജ് അയയ്ക്കുക. അവർ ആ ഈവനിങ് അല്ലെങ്കിൽ വൈകിട്ടത്തേനുള്ളിൽ എന്തായാലും എന്ത് തന്നിരിക്കും? റിപ്ലൈ തന്നിരിക്കും. എന്ത് ഡൗട്ടും ചോദിച്ച് പഠിച്ചു പോകാം. അല്ലാതെ ഡൗട്ടെല്ലാം മനസ്സിൽ വെക്കുകയല്ല, എല്ലാം ചോദിച്ച് അവർ ക്ലിയർ ചെയ്ത് അവർ ഉടനെ തന്നെ തരുന്നതായിരിക്കും. അതേപോലെ സിലബസ്, നമ്മുടെ നവോദയയുടെ സിലബസ് അവർ പറയുന്നത് 5ാം ക്ലാസ്സിലെ സിലബസ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് 5ാം ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് മാത്രം പഠിച്ച് ഉറപ്പായിട്ട് നമുക്ക് നവോദയയിൽ അഡ്മിഷൻ കിട്ടും. ഓക്കെ. അതേപോലെ റെക്കോർഡഡ് ക്ലാസ് ആൻഡ് ലൈവ് ക്ലാസ്. റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. നമുക്ക് 5ൻ്റെ കുറേയല്ല മിക്ക പോർഷൻസ് എന്തുണ്ട്? റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഇനി അവർ സിലബസ് മാറ്റം വരുത്തുന്നതാണ് നമ്മൾ ലൈവായിട്ടും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല, അത് പോയി എന്നാരും വിചാരിക്കേണ്ട. എന്തുണ്ട്? അതിൻ്റെ റെക്കോർഡഡ് വേർഷനും നമ്മുടെ ആപ്പിൽ കിട്ടും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും, ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ് എവിടെ ഉണ്ടാവും? ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതേപോലെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക്ഷീറ്റ് ബുക്കാണ് കേട്ടോ. വർക്ക്ഷീറ്റ് ബുക്ക് നിങ്ങൾ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു ബുക്കാണ് വർക്ക്ഷീറ്റ് ബുക്ക്. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് അതിനകത്തുനിന്ന് മിക്ക ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക. മെൻ്റൽ എബിലിറ്റി ആയാലും മാത്സ് ആയാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോഴേ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ വർക്ക്ഷീറ്റ് ബുക്കൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് എക്സാം ഉണ്ട് നമുക്ക്.
എല്ലാവരും പഠിക്കുന്നുണ്ടോ കുറേ കാര്യങ്ങൾ? അതൊക്കെ ഓർമ്മയുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയണമെങ്കിൽ എന്ത് വേണം? മോക്ക് എക്സാം നടത്തണം. നമ്മളത് വീക്ക്ലി നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അസസ്മെൻറ്റ് 1, അസസ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഫീച്ചേഴ്സ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വന്ന് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അടുത്ത വർഷം 2025 നവോദയയിൽ പഠിക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പറായ 9496949929 കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിക്കുക. അവരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിൽ മിസ്സിംഗ് പാർട്ട് ഉണ്ടല്ലേ, ഇത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിക്കേ, ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഇത് 2 പാർട്ടാണ് എയിൽ തന്നിട്ടില്ലേ. ആ 2 പാർട്ട് വെച്ചാൽ ഇവിടെ ഒരു പാർട്ട് മിസ്സിംഗ് ആയിട്ട് തന്നെ വരുമല്ലോ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഇവിടെ ഒന്നേ ഉള്ളൂ. 2 എണ്ണം കൂടെ നമ്മൾ വെച്ചു. അപ്പോൾ ഒരെണ്ണം മിസ്സിംഗ് അല്ലേ. അപ്പോൾ നമുക്കിത് പറ്റുമോ? പറ്റില്ല. ഇവിടെ നോക്കിക്കേ, 3 പാർട്ട് ഉണ്ട്. ആ 3 പാർട്ട് ഇത് ഇവിടെ വെച്ചാൽ പറ്റും. വേറെ ഓപ്ഷൻസ് ഉണ്ടോ നമ്മൾ നോക്കണം. ഇവിടെ സീല് നോക്കിക്കേ, സെയിം പോലെ, പക്ഷേ ഇതിനുള്ളിൽ ഷെയ്ഡഡ് അല്ല. ഇതിനുള്ളിൽ ഷെയ്ഡഡ് അല്ലാത്തതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് പറ്റില്ല, ഇതും പറ്റില്ല. നമുക്ക് ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരുപാട് സമയം നമ്മൾ മെൻ്റൽ എബിലിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് മെൻ്റൽ എബിലിറ്റിയിൽ മൊത്തം 40 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കാം. നമുക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. പക്ഷേ ഈ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാനിരുന്ന നമുക്ക് മാത്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മാത്സിൽ ആകെയുള്ളത് അരമണിക്കൂറാണ്. ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് മാത്സ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ അരമണിക്കൂർ മാത്രം ചെയ്ത് തീർത്താൽ നമുക്ക് മാത്സിന് എന്ത് കിട്ടും? 1 മണിക്കൂർ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ സമയം എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യുക. അയ്യോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ. അതേപോലെ OMRലാണ് നമ്മൾ എഴുതുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നീറ്റായിട്ട് അതിനുള്ളിൽ തന്നെ ഫുള്ളായിട്ട് ഡാർക്കൺ ചെയ്യണം കേട്ടോ. ഫുള്ളായിട്ട് കറുപ്പിച്ച് നീറ്റായിട്ട് ഇപ്പോഴേ OMRൽ ചെയ്ത് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിറർ ഇമേജിലെയാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ നോക്കിക്കേ, മിറർ ഇമേജിന് കുറേ റൂളുകളുണ്ട് പഠിക്കാൻ. അതിൽ ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന റൂൾ എന്താണ്? ലെഫ്റ്റിലുള്ള എല്ലാ ആൾക്കാരെയും റൈറ്റിൽ കൊണ്ടുവരണം. റൈറ്റിലുള്ള ആൾക്കാരെ എല്ലാം എവിടെ കൊണ്ടുവരണം? ലെഫ്റ്റിലും കൊണ്ടുവരണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇതിനൊരു ഹാഫ് ആക്കി എടുക്കുക. ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ റൈറ്റിലുള്ള ആൾക്കാരെ എല്ലാം ഇപ്പുറം കൊണ്ടുവരണം അല്ലേ. ഇവിടെ സർക്കിളിന് വല്ല മാറ്റം ഉണ്ടോ? മിറർ വന്നാൽ ഇല്ല. സർക്കിളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയായിരിക്കും വരിക. ഇപ്പോൾ സർക്കിളിന് മാറ്റമില്ല. ഇനി റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പ്ലസ് ആണുള്ളത്. ലെഫ്റ്റിൽ ഇൻറ്റു. അപ്പോൾ റൈറ്റിലുള്ള ആൾ എവിടെ വരണം? ലെഫ്റ്റിൽ വരണം. അപ്പോൾ ഒരു സർക്കിൾ വന്നു. പ്ലസ് എവിടെ വരണം? റൈറ്റിൽ ഉണ്ടായിരുന്നത് ലെഫ്റ്റിൽ വന്നു. ഇൻറ്റു അപ്പുറം പോവും. മുകളിലും താഴെയുള്ള ആൾക്കാർ, ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലും താഴെയുള്ള ആൾക്കാർ, അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലും ഉള്ള ആൾക്കാർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അവരങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ മൈനസും താഴെ ഡിവിഷനും. ഇതാണ് ഇതിൻ്റെ മിറർ ഇമേജ്. അപ്പോൾ ഏതാണ് നമുക്ക് ആൻസർ വരുന്നത്? നോക്കി, മൈനസ് മുകളിൽ, പ്ലസ് ലെഫ്റ്റിൽ, ഇൻറ്റു റൈറ്റിൽ, ഡിവിഷൻ താഴെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് വരിക. അപ്പോൾ നമ്മുടെ മിറർ ഇമേജിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ റൂളാണ് കേട്ടോ. ലെഫ്റ്റിലുള്ള എല്ലാ ആൾക്കാരെയും റൈറ്റിലേക്ക് കൊണ്ടുപോകണം. റൈറ്റിലുള്ള ആൾക്കാരെല്ലാം ലെഫ്റ്റിൽ പോകണം. ടോപ്പും ബോട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ 2021 ഏറ്റവും എളുപ്പമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ബാക്കി 3 എണ്ണം എന്തായിരുന്നു? ടഫായിരുന്നു. അപ്പോൾ ഇതേപോലത്തേത് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ റൂൾ എല്ലാവരും ഒന്ന് എഴുതി വെച്ച് ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ റൂൾ മാത്രം. മെൻ്റൽ എബിലിറ്റിയിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് എഴുതാനുള്ളൂ. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ലെഫ്റ്റിലുള്ള ആൾക്കാരെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക, റൈറ്റിലുള്ള ആൾക്കാരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക, ടോപ്പും ബോട്ടും എന്താക്കി വെക്കുക? കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് രണ്ടാമത്തെ മെയിൻ പാർട്ട്. പേപ്പർ ഫോൾഡിങ്. പേപ്പർ ഫോൾഡിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക് തരിക? നമുക്കുള്ളത് ഡോട്ടഡ് ലൈൻസും അതേപോലെ ആരോ മാർക്കുമാണ് ഉണ്ടാവുക. ഡോട്ടഡ് ലൈൻസും ആരോ മാർക്കും. നമുക്ക് തന്നിരിക്കുന്ന പേപ്പർ നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ പേപ്പറാണ്. ആ സ്ക്വയർ പേപ്പറിനെ ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ്? മുകളിലേക്ക് കൊണ്ടുപോയി. ഈ താഴത്തെ പാർട്ട് മൊത്തം എന്താ? ഡോട്ടഡ് ലൈൻസ് ആണ് കേട്ടോ.
ഡോട്ടഡ് ലൈൻസ് ഇട്ട് കാണിച്ചു. ഇതെന്ന് വെച്ചാൽ എന്താ, ഈ താഴത്തെ പാർട്ടിനെ നേരെ മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി എ ഫിഗർ അതാണ്. ഇനി ബി ഫിഗർ എന്താന്ന് നോക്കിക്കേ. നമുക്ക് കിട്ടിയ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു പാർട്ട്, ഈ നീട്ടത്തിലുള്ള ഈ ഒരു പാർട്ടിനെ എന്ത് ചെയ്തിരിക്കുക, വീണ്ടും ഉള്ളിലേക്ക് മടക്കിയിരിക്കുക. വീണ്ടും ഉള്ളിലേക്ക് മടക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി. എന്നിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്, ദേ ഇങ്ങനെ ഒരു പാർട്ടാണ്, ഒരു ചെറിയ സ്ക്വയർ. ആ സ്ക്വയറിനെ വീണ്ടും എന്ത് ചെയ്തിരിക്കുക, പകുതിക്ക് ഇങ്ങോട്ട് മടക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ട് മടക്കി ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ ആക്കി. എന്നിട്ട് അവിടെ 2 സീറോസ് ഇട്ട് കൊടുത്തു, 2 സർക്കിൾ, 2 ഡോട്ടാണ്, പഞ്ചൻ ഹോൾ, 2 ഹോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ഇനി നമ്മൾ ഇതിനെ ഓപ്പൺ ആക്കിയാൽ ഇതിൽ ഏതുപോലെ വരുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ആദ്യം ലാസ്റ്റ് നമ്മൾ ഏതാണോ മടക്കി അത് വേണം ആദ്യം ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നോക്കിക്കേ, ഇത് ഈ 2 എണ്ണം മുകളിലാണ്, 2 സർക്കിൾ അല്ലെ. ഇതിനെ നേരെ താഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ 2 സർക്കിൾ ഇവിടെയും വരും. അപ്പോൾ എങ്ങനെ വരും നോക്കിക്കേ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 എണ്ണം വരും, ഇങ്ങനെ 4 എണ്ണം വരും. ഇതാണ് നമുക്ക് ഒരു സൈഡ് കിട്ടുക. ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ, ഇതിനെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യണ്ടേ. അപ്പോൾ എങ്ങനെ വരും, നമ്മളിവിടെ മിറർ ഇമേജ് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് മിറർ ഇമേജ് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഇവിടെയാണ് മിറർ, ഇത് ഈ പേന ഇരിക്കുന്നിടത്ത് മിറർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയത് ഇത് മിററാണ്. അപ്പോൾ ഈ റൈറ്റിലുള്ള ആൾക്കാർ ലെഫ്റ്റിൽ വരണം അല്ലേ, ഇത് ഇവിടെ വന്നു, അടുത്തയാൾ ഇവിടെ, അടുത്തയാൾ ഇവിടെ, അടുത്തയാൾ ഇവിടെ, കണ്ടോ ഇങ്ങനെ വരും. ഇനി ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരണം. നേരെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ അടുത്ത ഒരു മിറർ ഇമേജിൻ്റെ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് വരും, ദേ ഇവിടെ നിന്ന് 1 2 3 4, 1 2 3 4. നോക്കിയേ, ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കുണ്ടോ, ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഒരിക്കലും ഇവിടെ 2 എണ്ണം ഉണ്ട് എന്നാൽ 4 മൂലയിലും 2 എണ്ണം വെച്ച് വരും എന്ന് വിചാരിക്കരുത്. ഇതിനെ ഓപ്പൺ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. മിറർ ഇമേജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ഈ വൈറ്റ് ലൈൻസ് പോയിരിക്കുന്ന 2 ഇടത്തും മിറർ ഇമേജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇവിടെയും പറ്റും, അതേപോലെ ഇങ്ങനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറർ ഇമേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് മെൻ്റൽ എബിലിറ്റിയിൽ പറയുന്നത്. മിറർ ഇമേജും പേപ്പർ ഫോൾഡിങ്ങും, ഇത് രണ്ടുമാണ് ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻ. ഈ 2 പോർഷൻ വെച്ചിട്ടാണ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിറർ ഇമേജ് പഠിച്ചതിന് ശേഷം പേപ്പർ ഫോൾഡിങ് ആദ്യമേ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇപ്പം നമുക്കിവിടെ കുറേ എന്താ പറയുക ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ ഇതിൽ. അപ്പോൾ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ഫിഗേഴ്സിന് നമ്പർ കൊടുക്കുക. 1 2 3 4 5 കണ്ട, ഇങ്ങനെ നമ്പർ കൊടുത്തു. എത്ര ഫിഗർ ഉണ്ട് നോക്കി, ഇവിടെ 1 2 3 4, ഇവിടെ 4 ഉള്ളൂ, നമുക്കിവിടെ 5 ഇല്ലേ. സോ ഇത് നമ്മൾ കട്ട് ചെയ്തു, എ ഒരിക്കലും വരത്തില്ല. ഇനി ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 ഉണ്ട്, 1 2 3 4 5 6 ഉണ്ട്, അപ്പോൾ സി വരത്തില്ല. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 ഉണ്ട്, 5 ഉണ്ട്, പക്ഷെ എന്താ നമുക്ക് 5 എന്താ ഹാഫ് ആയിട്ടുള്ളതാണല്ലേ, അപ്പോൾ ഇതും വരത്തില്ല. അപ്പോൾ നമുക്ക് ഏതാ ഓപ്ഷൻ വരിക നോക്കിയേ, 1 2 3 4 5 കണ്ട. ഇതേപോലെ നമ്പർ ഇട്ട് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ നമ്പർ 1 2 3 മാത്രമല്ല, നിങ്ങൾക്ക് ABCD അത് നിങ്ങളുടെ ഇഷ്ടമാണ്, as you wish, ഏത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്പർ കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, എംബഡഡ് ഫിഗേഴ്സ് ആണ്. ഈ ഒരാൾ ഒളിച്ചിരിക്കുകയാണ്, ഇതിൽ ഏതോ ഒരു ഫിഗറിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം ആളെ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഫിഗർ എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇപ്പം മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുള്ളൂ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണ് ഇത് ഏതാണ്. നിങ്ങൾ കുറച്ചങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഡയറക്ഷൻസോ ഒരു ക്വസ്റ്റ്യൻ പോലും എന്താണ് കറക്റ്റായിട്ട് എഴുതണമെന്നില്ല. ഫിഗർ കണ്ട് തന്നെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ഏത് പാർട്ടാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, എംബഡഡ് ഫിഗേഴ്സ് ആണ് കേട്ടോ ഇത്. എംബഡഡ് ഫിഗേഴ്സിൽ ഇയാൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് നോക്കുക. ഇവിടെ നിന്ന് നെവരെ പോകുന്നു, പക്ഷേ ഇങ്ങോട്ട് ലൈൻ ഇല്ല, ഇവിടെ ലൈൻ ഇല്ല. സോ ഓപ്ഷൻ എ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ആ സെൻറ്റർ ലൈൻ ഇല്ല, ഓപ്ഷൻ ബിയും പറ്റില്ല. ഇവിടെ എന്തുണ്ട്, ഈ ലൈൻ ഉണ്ട്, ഇപ്പുറത്തേക്കുള്ളതില്ല. സോ ഓപ്ഷൻ സിയും പറ്റില്ല. അപ്പോൾ എന്ത് തന്നെയായിരിക്കും ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി തന്നെയായിരിക്കും ആൻസർ വരും. അപ്പോൾ ഇതേപോലെ ഒളിച്ചിരിക്കുന്നയാൾ, ഇത് സിമ്പിളാണ്, കുറച്ചും കൂടെ എന്താണ് ഫുൾ ഫിഗേഴ്സ് ഉണ്ടാവും. ഫുൾ നമ്മളെ എന്താ കൺഫ്യൂഷൻ ആക്കാൻ പാകത്തിന് എവിടെ നിന്നൊക്കെ ലൈൻസ് എവിടെ നിന്നൊക്കെ ഏത് രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഫിഗേഴ്സ് നമുക്ക്
ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കി ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ എംബഡഡ് ഫിഗർ തെറ്റാൻ കാരണം ശ്രദ്ധയില്ലാതെ ചെയ്തിട്ടാണ്, സ്പീഡിൽ ചെയ്തിട്ട് ഈ ഒരു പാർട്ടിൽ എത്തുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് കിട്ടുന്നില്ലാത്തത് അവിടെ വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് മാത്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷും ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം സമയം ഉണ്ടെങ്കിൽ, ഒരുപാട് സമയം ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ സമയം പറഞ്ഞു തരും. അപ്പം എന്ത് ചെയ്യുക, അപ്പം മാത്രം എവിടെയെങ്കിലും ഡൗട്ട് ഉള്ളത് വെക്കുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വെച്ച് 10-15 മിനിറ്റിൽ ഇരിക്കരുത്, അത് നമുക്ക് സമയം ഒട്ടും കിട്ടില്ല. അപ്പോൾ നോക്കിക്കേ, നവോദയ 2024 മിടുക്കന്മാരും ഇപ്പം ഇനി നിങ്ങൾ പഠിച്ച് ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ സീനിയേഴ്സാണ് ഇവർ കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നല്ല മിടുക്കന്മാരും നിങ്ങൾക്ക് CC+ൻ്റെ പോസ്റ്റർ ഇതേപോലെ ചെയ്യിപ്പിക്കാനായിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ 25 lakh+ സ്റ്റുഡൻസ് ഒക്കെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു ജില്ലയിലേക്ക് ഇപ്പോൾ എറണാകുളം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 80 സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അത് പറ്റൂല. നമ്മളിപ്പോൾ 100 പേര് എഴുതിയ 100 പേർക്ക് കിട്ടൂല. അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ നിന്ന് മൊത്തം 25,000-30,000 കുട്ടികളെ എഴുതുന്നതെങ്കിൽ ആ 30,000 കുട്ടികൾക്ക് കിട്ടത്തില്ല. കുറച്ച് ഓരോ ജില്ലയിലേക്ക് 80 കുട്ടികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ നന്നായിട്ടൊരു കോച്ചിങ് ഒക്കെ എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നല്ലൊരു റാങ്കിൽ കയറി വരാൻ പറ്റുള്ളൂ. അറിയാലോ, 80 റാങ്കുകാരെയല്ലേ എടുക്കത്തുള്ളൂ, ബാക്കി ആരും അവരെ എടുക്കത്തില്ല. എല്ലാവരും സാധാ സ്കൂളുകളിൽ തന്നെ പഠിക്കേണ്ടി വരും. നവോദയയിൽ ആദ്യത്തെ 80 പേർക്കാണ് അവസരമുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെട്ട പിന്നെയുള്ളത് 9th സ്റ്റാൻഡേർഡ്, മീൻസ് നിങ്ങൾ 8ൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾ 9ലേക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എഴുതേണ്ടത്. അതെന്താ, കുറച്ചും കൂടെ ടഫാണ്. നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ മെൻ്റൽ എബിലിറ്റിയും മാത്സും ഇംഗ്ലീഷ് ഓർ മലയാളം പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് സുഖമായിട്ട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ പേരൻസ് ചിന്തിക്കുന്നുണ്ട് ഒരു ബുക്ക് വാങ്ങിച്ച് വെച്ച്. ഇപ്പോൾ ഒരു ഗൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ നമ്പർ 9496949929 വിളിച്ച് എൻക്വയറി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്.